എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു വിൻറ്റേജ് ഡയറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ കാണുന്ന രീതിയിലൊന്നുമല്ല ചെയ്തിരിക്കുന്നത്. കോഫി പൗഡറും അതുപോലെ വൈറ്റ് പേപ്പറോ അങ്ങനെയൊന്നും യൂസ് ചെയ്യാതെ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ഇത് ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് മെത്തേഡാണ്. വെറും വേസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പം പുതിയ വൈറ്റ് പേപ്പറൊന്നും യൂസ് ചെയ്യാതെ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ നമുക്ക് പാക്കേജിങ്, അതായത് നമ്മുടെ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ കിട്ടുന്ന ഒരു ഷീറ്റാണിത്. ഇത് പാക്കേജിങ് ഷീറ്റ് എന്ന് പറയും ഇതിന്. പുറത്തിങ്ങനെ കവറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന സംഭവമാണ്. അപ്പം ഈ ഒരു സംഭവം ഞാനിങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എന്താ പറയുക, കൊറിയറൊക്കെ വരുമ്പോഴൊക്കെ അതിൻ്റെ കൂടെ വരുമ്പോൾ ഞാൻ കളക്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ആ ഒരു ഷീറ്റാണ് എടുക്കുന്നത്. അത് ആക്ച്വലി ഒരു ബ്രൗൺ കളറിന് ആയതുകൊണ്ട് നമുക്കൊരു വിൻറ്റേജ് ലുക്ക് തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വൈറ്റ് പേപ്പർ എടുത്ത് കോഫി പൗഡറിലൊന്നും ഡിപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനത്തെ ഷീറ്റ്സ് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇനി നമ്മൾ ഈ ഒരു ഷീറ്റ് എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള സൈസിൽ കട്ട് ചെയ്ത് എടുക്കുക. ഇനി ഞാനിത് ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചില്ലേ, ആ ഒരു അളവിൽ നിന്ന് കുറച്ച് പുറത്തേക്കായിട്ട് നമ്മൾ ഈ കാർഡ്ബോർഡിനെ ഒന്ന് മടക്കി കൊടുക്കുക. അതായത് നമ്മൾ പുറംചട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഈ ഷീറ്റിന് ഒരു കവറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാർഡ്ബോർഡ് കുറച്ച് പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ആ കാർഡ്ബോർഡിനെ ഒന്ന് ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ മിഡിലായിട്ടൊരു മടക്ക് കിട്ടും. അതായത് നമ്മൾ പേപ്പർ വെച്ചിട്ട് ഇതിങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് നടുവിലായിട്ടൊരു മടക്ക് കിട്ടും. ഇനി ഈ ഒരു പേപ്പേഴ്സിനെ ഒക്കെ ഒരുമിച്ച് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് ഈ ഒരു പേപ്പേഴ്സ് മൊത്തമായിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല സ്ട്രോങ് ആയിട്ട് ബൈൻഡായിട്ട് നിൽക്കും. ഇനി ഞാൻ ആ പേപ്പേഴ്സിനൊക്കെ ഒന്ന് ലെവലാക്കുകയാണ്. കാരണം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യുകയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ആയിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഇത് വിൻറ്റേജ് ആയതുകൊണ്ട് നമ്മൾ എന്തായാലും അത് ഈ എഡ്ജസൊക്കെ ഒന്ന് കരിച്ചെടുക്കുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഇതൊക്കെ ഒന്ന് ലെവലായിക്കോളും. അപ്പം എന്താ പറയുക, ഓവറായിട്ടുള്ളത് മാത്രം കട്ട് ചെയ്താൽ മതി. ഇനി ഞാൻ ഒരു ക്യാൻഡിൽ വെച്ചിട്ട് ഈ ഒരു എഡ്ജസൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് കരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിന് കുറച്ചും കൂടെ ഒരു വിൻറ്റേജ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ പേപ്പേഴ്സിനെ ഒന്ന് നമ്മുടെ കാർഡ്ബോർഡിലേക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഇതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആ പേപ്പേഴ്സിൻ്റെ ഫസ്റ്റ് ഷീറ്റും കൂടെ വെച്ചിട്ടാണ് കാർഡ്ബോർഡിലേക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്.
അപ്പോൾ ആ സെറ്റ് ഓഫ് പേപ്പേഴ്സിലെ ഫ്രണ്ടും ബാക്കും ഞാൻ കാർഡ്ബോർഡിൻ്റെ മേലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ ആ ഒരു പേപ്പേഴ്സൊക്കെ ഒന്ന് സെക്യൂറായിട്ട് അവിടെ നിൽക്കും. ഇനി നമുക്ക് ഈ എക്സ്ട്രാ വന്ന കാർഡ്ബോർഡൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു നോട്ട്ബുക്കിൻ്റെ അത്രയും സൈസിലേക്ക് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ നോട്ട്ബുക്കിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ ആയിട്ടുണ്ട് നമ്മുടെ ഡയറിയുടെ. ഇനി നമുക്ക് ഇതാ കണ്ടോ, വിൻറ്റേജ് ലുക്ക് തന്നെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു കവറ് കൊടുക്കണം. അപ്പോൾ കവറ് കൊടുക്കാൻ വേണ്ടിയിട്ട് പൊതുവേ നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ പേപ്പർ എടുത്തിട്ട് പേപ്പർ മാഷ് ആക്കിയിട്ട് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പം വേറൊരു രീതിയിൽ ഞാനിപ്പോൾ പഴയ ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് ഞാൻ ഇതിന് കവറ് കൊടുക്കുന്നത്. അപ്പം ഇതുപോലത്തെ ഒരു കളർ ക്ലോത്ത്, ഈ ഒരു കളറിലുള്ള ക്ലോത്ത് ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ ഇതൊരു പഴയ ടീഷർട്ടാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലത്തെ പ്രിൻ്റാണ്, ഫ്രണ്ടിലത്തെ പോർഷൻ ഞാൻ കട്ട് ചെയ്ത് എടുത്തതാണിത്. അപ്പോൾ ആ ഒരു തുണിയും കൂടെ നല്ല പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. കവർ ചെയ്ത് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതും കൂടെ ഒട്ടിച്ച് കഴിയുമ്പോഴേക്ക് തന്നെ നമ്മുടെ വിൻറ്റേജ് ഡയറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂടുതൽ ഡെക്കറേഷൻസോ ഒന്നും ചെയ്യുന്നില്ല. വേണമെങ്കിൽ നമുക്ക് ഇതിനൊരു നൂല് ചുറ്റി കൊടുക്കാം, ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും രീതിയിൽ. പക്ഷേ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. ഇത്രയും മാത്രമേ ഉള്ളൂ. നമ്മുടെ ഡയറി ഇവിടെ റെഡിയാണ്. ഇനി ഞാൻ ഇതിലൊന്ന് എഴുതി കാണിച്ചു തരാം. ബ്ലാക്കിലൊക്കെ എഴുതുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. അപ്പം നമുക്കൊരു പേഴ്സണൽ ഡയറി ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഗിഫ്റ്റ് കൊടുക്കാൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത്രയ്ക്ക് ഭംഗിയുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഇത് ഇഷ്ടമാവും തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഈ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.